എത്ര ക്രൂരമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇവർ പെരുമാറിയത്. അതും സഹപാഠിയാണെന്ന ഒരു പരിഗണന പോലും നൽകിയില്ല. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനി ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസന്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിർണായകമായ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മരണത്തിന് മുമ്പ് ഏകദേശം 24 മണിക്കൂറോളം ഹോസ്റ്റലിൽ വെച്ച് സാവരിയ ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ആധാരമാക്കി പോലീസിൻ്റെ വിലയിരുത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സ്വന്തം സഹപാഠികളെ വിശ്വസിച്ച്, സ്വന്തം നാടിനെ വിശ്വസിച്ച്, താൻ ചെന്നെത്തിയ രാജ്യത്തെ വിശ്വസിച്ച് അവിടെ മെഡിക്കൽ പഠനം ചെന്നതാണ് ഈ പെൺകുട്ടി. പക്ഷേ അവളെ കാത്തിരുന്ന വിധി മറ്റൊന്നായിരുന്നു. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് അബോധാവസ്ഥയിലായി ആശുപത്രി പ്രവേശിക്കപ്പെട്ട സാവരിക പിന്നീട് അവിടെ വച്ച് മരണമടഞ്ഞു എന്നായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ആശുപത്രിയിൽ സാവരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയിരുന്നു. കേരളത്തിലേക്ക് എത്തിച്ചപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം നടത്തി. മൂർച്ചയില്ലാത്ത ഭാരമുള്ള ഒരു വസ്തു ഉപയോഗിച്ച് തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് സാവരിയുടെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദനവും ചവിട്ടേറ്റതിൻ്റെ ചതവുകളും പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം മരണത്തിന് മുമ്പുള്ള ഒരു ദിവസത്തിനിടെ ഉണ്ടായ പരിക്കുകളാണെന്നും ആ പരിക്കുകളുടെ കാലപ്പഴക്കം വിലയിരുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സംഭവത്തിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. സാവരിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരിക്കാം ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ലഭിക്കാനുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നുമാണ് ഹരിപ്പാട് പോലീസിൻ്റെ വിലയിരുത്തൽ. സംഭവത്തിൽ പ്രതിയായ സാവരിയുടെ സഹപാഠിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം ഉസ്ബെക്കിസ്ഥാൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സാവരിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം. സാവരിയ പഠിച്ചിരുന്ന ഉസ്ബെക്കിസ്ഥാനിൽ ശരിയത്ത് നിയമം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൊലപാതകം ആ രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ സാവരിയ പോയ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹോസ്റ്റൽ നടത്തിയിരുന്നത് പാക് വംശജരാണെന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ NIA അന്വേഷണം നടത്തണമെന്നാണ് ABVP അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും മറ്റ് സംഘടനകളുമൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയായിരുന്ന സാവരിയെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും അതിന് വഴങ്ങാത്തതിനെ തുടർന്ന് ക്രൂരമായി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ആരോപണം. ഈ ആരോപണം സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സംഭവത്തെ ഒരു സാധാരണ കുറ്റകൃത്യമായി കാണാനാകില്ലെന്നും ഇതിന് പിന്നിൽ തീവ്രവാദ പ്രത്യയശാസ്ത്രം നയിക്കുന്ന ഒരു ആസൂത്രിത ക്രിമിനൽ ശൃംഖലകളുടെ പങ്കുണ്ടെന്നും ABVP സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ലവ് ജിഹാദ് എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടിത ഗൂഢാലോചനകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. പ്രതികളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ NIA പരിശോധിക്കണം. സംഭവം നടന്നതിന് പിന്നാലെ സാവരിയയുടെ മാതാപിതാക്കൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്തിയിരുന്നു. കേസന്വേഷണം വഴിതെറ്റിക്കാനാണ് ഈ നീക്കമെന്നും വിവിധ സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. അടുത്തിടെയാണ് ഭുവനേശ്വറിൽ നടന്ന ABP ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം സ്ത്രീ ചൂഷണത്തിനും മതപരിവർത്തനത്തിനും പിന്നിലെ സംഘടിത ക്രിമിനൽ ശൃംഖലകളെ തടയണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക പ്രമേയം പാസാക്കിയത്. വ്യാജ ഐഡന്റിറ്റികൾ, സൈബർ ബ്ലാക്ക്മെയിലിംഗ്, വഞ്ചന എന്നിവയിലൂടെ സ്ത്രീകളെ ലക്ഷ്യമിടുന്നത് ദേശീയ സുരക്ഷയ്ക്കും സാമൂഹിക ഐക്യത്തിനും ഭീഷണിയാണെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടിയിരുന്നു. വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ഉസ്ബെക്കിസ്ഥാൻ അധികൃതരുമായി ചേർന്ന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ABP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സിംഗ് സോളങ്കിയും ആവശ്യപ്പെട്ടിരുന്നു. കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം. ഒപ്പം സംഘടിത മതപരിവർത്തനവും ചൂഷണവും തടയാൻ കർശനമായ ദേശീയ നിയമനിർമ്മാണം വേണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം മതപരിവർത്തനമോ ലവ് ജിഹാദോ നടക്കാതിരിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. മിഷൻ സാഹസി പോലുള്ള വനിതാ ശാക്തീകരണ സംരംഭങ്ങൾ നടപ്പാക്കണം. കേസുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണം. വിദേശത്തുള്ള വിദ്യാർത്ഥികൾക്കായി രാജ്യം പ്രത്യേക സുരക്ഷാ സഹായ സംവിധാനം വികസിപ്പിക്കണമെന്നും ABP ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സാവരിയുടേത് നിർബന്ധിത മതപരിവർത്തന ശ്രമത്തിനിടെയുള്ള ഒരു കൊലപാതകമാണെന്ന് ബന്ധുക്കളും സഹപാഠികളും ഒരേപോലെ
ആവശ്യപ്പെടുന്നു. ഇതിനിടെ സാവയുടെ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സദാനന്ദ മാസ്റ്റർ MP കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പ്രത്യേക നിവേദനവും നൽകിയിട്ടുണ്ട്.